പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബേസിക് സ്പഞ്ച് കേക്കിൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഏതൊരു കേക്കിനും നമുക്ക് ബേസായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു വാനില സ്പഞ്ച് കേക്ക് വളരെ എളുപ്പത്തിൽ ഓവനൊന്നും ഇല്ലാണ്ട് കുക്കറിൽ എങ്ങനെ ചെയ്തെടുക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇവിടെ ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് 1 കപ്പ് മൈദപ്പൊടി വേണം, പിന്നെ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും. ഞാനിവിടെ 250 മില്ലിയുടെ സ്റ്റാൻഡേർഡ് മെഷറിംഗ് കപ്പിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ മൈദ നന്നായിട്ട് അരിച്ച് വെക്കണം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു 3 ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ബീറ്റർ വെച്ചിട്ട് ഇതിനെ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റായിട്ട് വരുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാരയില്ലേ, അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചായിട്ട് ഇട്ടിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. ഇത് നല്ല ഡബിൾ സൈസായിട്ട് വരും. ഇപ്പോൾ നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കൊരു 1/4 കപ്പ് പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മുടെ പതഞ്ഞ് വന്ന മുട്ടയിലേക്ക് ഞാൻ നമ്മുടെ മൈദപ്പൊടിയുടെ മിക്സ്ചർ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ബാച്ചസ് ആയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ലോവസ്റ്റ് സ്പീഡിലിട്ടിട്ട് വേണം ഇത് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മുടെ പാൽ അതുപോലെ ഓയിലും മിക്സ് ചെയ്ത് വെച്ച മിക്സ്ചറില്ലേ, അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് മൈദയും നമ്മുടെ പാലും കൂടി ഒഴിച്ചിട്ട് ഇതിനെ ലോവസ്റ്റ് സ്പീഡിൽ, അതായത് 1 എന്നുള്ള സ്പീഡിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ആവുന്നവരെ ബീറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഒത്തിരി ബീറ്റ് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ ഈ പതഞ്ഞ് വന്നതൊക്കെ താണു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കേക്ക് നന്നായിട്ട് വരില്ല. അപ്പോൾ നമ്മുടെ മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം കണ്ടില്ല, ഒട്ടും താണു പോയിട്ടൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ബീറ്റ് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം ഈ സ്പാച്ചുല വെച്ചിട്ട് ഒന്ന് ഇതിനെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു കേക്ക് ടിന്നിലേക്ക് മാറ്റാം. ഇവിടെ ഞാനൊരു 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് പാൻ എടുത്തിട്ടുണ്ട്. അതിന് ഞാൻ നന്നായിട്ട് ബട്ടറും മൈദയൊക്കെ തടവി ഒന്ന് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും പറയുന്ന പോലെ ഇതും കുക്കറിലാണ് ചെയ്യാൻ പോകുന്നത്. കുക്കർ 10 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ട് എടുക്കണം. അതിനുശേഷം നമ്മുടെ കേക്ക് ടിൻ അതിലേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മളിത് ഒരു 20-25 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാൻ പോവാണ്. പിന്നെ ടാപ്പ് ചെയ്യണം കേട്ടോ നമ്മുടെ പാന്. അപ്പോൾ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോകാനാണ്. ഞാനിവിടെ 10 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുത്ത് കുക്കറിലേക്ക് കേക്ക് ടിൻ ഇറക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നമുക്കൊരു 20-25 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിത് നിങ്ങൾക്ക് ഇതിന്ന് ഈ പാനിൽ നിന്ന് എടുത്തിട്ട് കാണിച്ചു തരാം. കളറൊന്നും ഒട്ടും ചേഞ്ച് ആയിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ല, നല്ല സ്പഞ്ചിയാണ്. ഇത് സ്പോഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിത് പ്രസ് ചെയ്തിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടില്ലേ, വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാൻ. ഇതിനെ ഞാൻ 3 ഈക്വൽ സ്ലൈസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇതുപോലുള്ളൊരു സെറേറ്റഡ് നൈഫ് വെച്ചിട്ട് നിങ്ങൾ ഇതിനെ 3 പോർഷനായിട്ട് നിങ്ങൾക്കിപ്പം ഐസിങ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കണമല്ലോ. അപ്പോൾ ഇതുപോലെ 3 ലെയറായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. നിങ്ങൾക്ക് മിൽക്ക് കേക്ക് ഉണ്ടാക്കാനും ട്രസ് ലെച്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കാനും ഈ ഒരു സെയിം സ്പോഞ്ച് കേക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ ഫ്ലേവേഴ്സ് വേണമെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം പിസ്താഷ്യോ അല്ലെങ്കിൽ ബട്ടർ സ്കോച്ച് അങ്ങനെയുള്ള എസെൻസും നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഉണ്ടാക്കുന്ന ടൈമിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് വാനില സ്പഞ്ച് കേക്ക്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഏത് കേക്കിന് വേണ്ടിയിട്ടും ഈ ഒരു റെസിപ്പി യൂസ് ചെയ്യാം. ഇഷ്ടമുള്ള എസെൻസ് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഫീഡ്ബാക്ക്സ് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ദിസ് ഇസ് മീ നിഷി സൈനിങ് ഓഫ്. ടേക്ക് കെയർ.